ഹായ് ഓൾ, വെൽക്കം ടു ടെക്ഗുരു FT യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹരിപ്രസാദ്, ഞാനാണ് നിങ്ങളുടെ ഓൺലൈൻ ട്യൂട്ടർ. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സെർവർ ബേസ്ഡ് സർവീസസ്, അഷൂർ, AWS, M365 തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഗ്രൂപ്പ് പോളിസി യൂഷ്വലി നമ്മൾ പോളിസി എന്ന് പറയുക, നമ്മൾ ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ റൂൾസിനെയാണ് നമ്മൾ പോളിസീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജനറലി നമ്മുടെ മൈൻഡിൽ വരുന്ന കുറേ റൂളുകൾ, കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അവിടെ. ഇന്ന കാര്യങ്ങളെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, അങ്ങോട്ട് പോലും ഇങ്ങോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ റൂൾസ് അവിടെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാവും, ഇവിടെ ഈ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ, കുറേ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ യൂഷ്വലി പോളിസീസ് എന്ന് പറയാം. അപ്പോൾ ഗ്രൂപ്പ് പോളിസി എന്ന് പറയുന്ന സമയത്ത് അത് DC-യിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസിന് എഫക്റ്റ് ആവുന്ന പോളിസി, അത്രയുള്ള അതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന പോളിസി ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കും? ഏതൊക്കെ മെഷീനാണോ, ഏതൊക്കെ യൂസറാണോ ആ DC-യുടെ അണ്ടറിലുള്ളത്, അവർക്ക് എല്ലാവർക്കും ആ പോളിസി ഒരേ രീതിയിൽ എഫക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റിക്കാണ്, പിന്നെ സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റിനാണ്, പിന്നെന്താണ് ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ ഫോം ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഗ്രൂപ്പ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ ഇപ്പോൾ നമുക്കത് എങ്ങനെ എടുക്കാൻ പറ്റും? ഒരു സെക്യൂരിറ്റി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് എല്ലാവരും ഒരേ രീതിയിലുള്ള പാസ്വേഡ് പോളിസി ഉപയോഗിക്കണമെന്നുണ്ടാവും. ചിലപ്പോൾ ഒരു 10 ക്യാരക്ടറുള്ള മിനിമം 10 ക്യാരക്ടറെങ്കിലും പാസ്വേഡിന് വേണം. ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ഒരു നമ്പർ വേണം. പിന്നെ നിങ്ങൾ ലാസ്റ്റ് യൂസ് ചെയ്ത ഒരു 10 പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ 3-4 തവണ തെറ്റിച്ചടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസർ ലോക്കൗട്ട് ആയി പോകണം. അങ്ങനെ തുടങ്ങി ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്പനിക്ക് സെക്യൂരിറ്റി ലെവലിൽ വേണ്ടി വരും. ഇത് ഓരോ യൂസറിനോടും പറഞ്ഞ് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് പോസിബിൾ ആവില്ല. മാത്രമല്ല ചില കമ്പനികൾക്കൊക്കെ എവറി 30 days പാസ്വേഡ് മാറ്റണമെന്നുള്ള കണ്ടീഷൻസ് ഒക്കെ അവർ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റൂൾസ് നമുക്ക് എൻഫോഴ്സ് ചെയ്താലേ അത് പ്രാക്ടിക്കലി പോസിബിൾ ആവുകയുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് എല്ലാ വീക്കിലും എല്ലാ മന്തിലും നമുക്ക് പോയി ഓരോ ആളുകളുടെ അടുത്ത് പോയി നിങ്ങൾ ഇന്ന് ചെയ്തിരുന്നോ, നിങ്ങൾ ഇത് ചെയ്തോ എന്ന് ചോദിക്കുന്നത് നമുക്ക് പോസിബിൾ അല്ല. കാരണം ചിലപ്പോൾ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്ത ദിവസം ആയിരിക്കില്ല രണ്ടാമത്തെ ഒരാൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നോട് ചോദിക്കുന്ന സെയിം ഡേ പുള്ളിയോട് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അവരെ പാസ്വേഡ് എക്സ്പയർ ആയിട്ടുണ്ടാവില്ല, അല്ലെ പാസ്വേഡ് മാറ്റേണ്ട സമയം ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് എന്ത്, ഗ്രൂപ്പ് പോളിസി. അപ്പോൾ ഇനി ഇത് സെക്യൂരിറ്റി ലെവൽ. സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണെങ്കിലോ, ഇപ്പൊ നമുക്ക് ഏതൊക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് USB പോർട്ട് നിങ്ങൾ മെഷീനിൽ വർക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ വാക്കാൽ നമ്മൾ പറയുകയാണ് നിങ്ങളത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾ കേൾക്കും, അല്ലെങ്കിൽ എത്ര ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും? ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു തലതെറിച്ചവൻ ഉണ്ടാവും. അവൻ എന്ത് ചെയ്യും? അവൻ്റെ USB പോർട്ട് കണക്ട് ചെയ്യും. എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ അത് മൊത്തം നെറ്റ്വർക്കിൽ എഫക്റ്റ് ആവും. കാരണം ഒരു സിസ്റ്റത്തിൽ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ അത് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ വൈറസ് ആ സ്പോട്ടിൽ അത് സ്പ്രെഡ് ആവും, എല്ലാ മെഷീനിലും അത് എഫക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്? എൻഫോഴ്സ്മെന്റ്. ഇതൊക്കെയാണ് സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് എന്നൂടെ പറയുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, നിങ്ങളൊരു മെഷീനിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ മെഷീനിൽ ആ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അതൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് പോളിസി വഴി ചെയ്തെടുക്കാൻ പറ്റും. സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെന്റ് ത്രൂ ഗ്രൂപ്പ് പോളിസി എന്നാണ് അതിന് യൂഷ്വലി അതിനെ നമ്മൾ പറയുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് ഗ്രൂപ്പ് പോളിസി വഴി ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ ആ ടോട്ടൽ നെറ്റ്വർക്കിനകത്ത് ഇത്രയും കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യുക, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് പോളിസി, ഇത് സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക, സെക്യൂരിറ്റി ആൻഡ് അതർ കോൺഫിഗറേഷൻസ് പുഷ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെക്യൂരിറ്റിയും മറ്റ് കോൺഫിഗറേഷൻസും പുഷ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഈ ഒരു മെയിൻ ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് നിന്ന് ഒരു പോളിസി അഡ്മിനിസ്ട്രേറ്റർ സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ സെർവറിനകത്തുള്ള എല്ലാ യൂസറിനും എല്ലാ മെഷീൻസിനെയും അത് എഫക്ട് ചെയ്യും. സിസ്റ്റം ആയിക്കോട്ടെ, മറ്റെന്ത് ഡിവൈസസ് ആയിക്കോട്ടെ, DC-യുടെ അണ്ടറിൽ കണക്റ്റഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അവരെല്ലാവരെയും അത് എഫക്ട് ചെയ്യും. അപ്പോൾ ഒരു ഗ്രൂപ്പ് പോളിസി കോൺഫിഗറേഷനകത്ത് 2 ടൈപ്പ് പോളിസീസ് ഉണ്ട്. അത് ഒന്നാമതാണ് ഡൊമൈൻ പോളിസി എന്ന് പറയുന്നത്. ഡൊമൈൻ പോളിസി എന്ന് പറഞ്ഞാൽ ആ ഒരു എൻറ്റയർ ഡൊമൈൻ,
ഫോർ എക്സാമ്പിൾ abc.com എന്ന് പറയുന്ന ഒരു ഡൊമൈൻ, ആ എൻ്റയർ ഡൊമൈനിന് എന്ത് മിഷൻ ആണെങ്കിലും എന്ത് യൂസർ ആണെങ്കിലും ആരാണെങ്കിലും എഫക്ട് ചെയ്യുന്ന ഒരു പോളിസിയാണ് എന്ത്, ഡൊമൈൻ പോളിസി. അത് ആ എൻ്റയർ ഡൊമൈനിൽ മുഴുവനായിട്ട് അഫക്റ്റ് ആവും. പിന്നെ വരുന്നൊരു പോളിസിയാണ് ശരിക്കും ഡൊമൈൻ കൺട്രോളർ പോളിസി എന്ന് പറയും. ഡൊമൈൻ കൺട്രോളർ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡൊമൈൻ കൺട്രോളേഴ്സ്, ആ ഡൊമൈനകത്ത് ഏതൊക്കെ ഡൊമൈൻ കൺട്രോളേഴ്സ് ഉണ്ടോ അവരെ മാത്രം എഫക്ട് ചെയ്യുന്നത്. അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ ആവാം, റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ ആവാം, ആ ഡൊമൈൻ്റെ സബ് ഡൊമൈനിൽ അണ്ടറിൽ വരുന്ന ആവാം, കൺട്രോളേഴ്സ് ആവാം. അപ്പോൾ ഡൊമൈൻ കൺട്രോളേഴ്സിനെ നേരിട്ട് എഫക്ട് ചെയ്യുന്ന പോളിസീസ് ആണ് എന്ത്, ഡൊമൈൻ കൺട്രോളർ പോളിസീസ്. അപ്പോൾ ഇതിൽ ഓരോ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പോളിസികളൊക്കെ നമുക്ക് പറഞ്ഞു പ്രീ ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രീ ഡിഫൈൻഡ് പോളിസി സെറ്റ് നമുക്ക് ഓരോന്നിനും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഓരോ കണ്ടെയ്നേഴ്സ് ആലോചിച്ച് നോക്കുക. ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു, അത് ഡൊമൈൻ പോളിസി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. വേറൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു, ആ കണ്ടെയ്നറിനകത്ത് കുറേ റൂൾസും റെഗുലേഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡൊമൈൻ കൺട്രോളേഴ്സിന് വേണ്ടി അസൈൻ ചെയ്തു. പിന്നെ വേറൊരു കണ്ടെയ്നർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സർട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കണ്ടെയ്നേഴ്സിനെയും ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് എന്നാണ് പറയുക. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, കുറേ ടേംസ് ആണെന്ന് മാത്രം. അതൊക്കെ നമുക്കിനി ചെയ്തു നോക്കാനുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെ ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് നമ്മളെ DC ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ പഴയ സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, അതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഫ്രഷ് DC തന്നെ വെച്ചിട്ട് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതാവുന്ന നമുക്കൊരു മുന്നേ നിങ്ങൾ ചെയ്ത കോൺഫിഗറേഷൻസ് ഒന്നും ഇപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതിന് എഫക്റ്റ് ചെയ്യില്ല. വേറെ യൂസർ ഒന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ യൂസർ, ഫോർ എക്സാമ്പിളിന് മനോജ് P. മനോജ് യൂസർ നെയിം അറ്റ് ഡൊമൈൻ നെയിം, മനോജിൻ്റെ പാസ്വേഡ്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗ് ഓൺ. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് അധിക പക്ഷവും അഡ്മിൻ ആരാണോ നമ്മളെ കമ്പനിക്കകത്തുള്ള അഡ്മിൻ, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഓർഗനൈസേഷനകത്തുള്ള അഡ്മിൻ ആരാണോ അയാളായിരിക്കും നമുക്ക് യൂസറെ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അയാൾക്ക് ഈസി ആവുന്ന ഒരു പാസ്വേഡ് ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യില്ല, ഈസി ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ആ യൂസറിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസർ കനോട്ട് ചേഞ്ച് പാസ്വേഡ്. അപ്പം അഡ്മിൻ യൂസർ അല്ലെങ്കിൽ ആ യൂസറിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റണ്ട എന്ന് നമുക്ക് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് നമുക്ക് ഒരിക്കലും എക്സ്പയർ ആയി പോകണ്ട. വാട്ട് എവർ ദ പോളിസി, നമ്മൾ ഇതിനകത്ത് എന്ത് പോളിസി സെറ്റ് ചെയ്താലും ആ പാസ്വേഡ് എക്സ്പയർ ആയി പോകണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ഈ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഡൊമൈനകത്ത് എന്ത് പോളിസി ഉണ്ടെങ്കിലും പാസ്വേഡ് എക്സ്പയർ ആവില്ല. പിന്നെ അക്കൗണ്ട് ഡിസേബിൾഡ്, ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് യൂസറെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. നമ്മൾ പറയുന്ന ഒരാൾ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് ഡിസേബിൾഡ് എന്ന് കൊടുക്കാം. പാസ്വേഡ് നെക്സ്റ്റ് ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ടിക്ക് കൊടുക്കുന്നില്ല. ജസ്റ്റ് നെക്സ്റ്റ് ഫിനിഷ്. പ്രത്യേകിച്ച് അവിടെ ഒരു ടിക്കും കൊടുത്തിട്ടില്ല. മനോജ് എന്നാണ് യൂസർ നെയിം. വേണമെങ്കിൽ നമുക്ക് രണ്ടാമതൊരു യൂസറും കൂടെ എൻ്റെ ആവശ്യമില്ല, നമുക്ക് ഗ്രൂപ്പ് പോളിസി അല്ലേ, ഒരു യൂസർ മതി. ദെൻ നമുക്ക് ഗ്രൂപ്പ് പോളിസി എങ്ങനെ കാണാം, എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ മിഷനകത്തും ഒരു ലോക്കൽ പോളിസി ഉണ്ട്. അതിനെ gp-edit.msc എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മിഷനിലൊക്കെ കിട്ടും. ഇതാണ് ലോക്കൽ പോളിസി. ലോക്കൽ കമ്പ്യൂട്ടർ പോളിസി നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ലോക്കൽ ഗ്രൂപ്പ് പോളിസി എഡിറ്റർ എന്ന് കാണാം. ഇത് ഈ മിഷനെ മാത്രം എഫക്ട് ചെയ്യുന്നതാണ്. ഇത് ഡൊമൈനിൽ അല്ലെങ്കിൽ, ഡൊമൈനിൽ വന്നു കഴിഞ്ഞാൽ ഈ പോളിസിക്ക് പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ ഈ ഡൊമൈനകത്ത് എന്ത് പോളിസിയാണോ അതാണ് ഇതിൻ്റെ ഡിഫാൾട്ട് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഗ്രൂപ്പ് പോളിസി മാനേജ്മെൻറ്റ് ഓപ്പൺ ചെയ്തു. ഗ്രൂപ്പ് പോളിസി മാനേജ്മെൻറ്റ് എടുത്തത് നമ്മൾ സെർവർ മാനേജറിനകത്ത് നിന്ന് ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് പോളിസി മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഫോറസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, ഡൊമൈൻ എക്സ്പാൻഡ് ചെയ്യുക, നമ്മളെ ഡൊമൈൻ നെയിം എക്സ്പാൻഡ് ചെയ്യുക. അതിന് താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് ഓപ്ഷൻ ഡിഫാൾട്ട് ഡൊമൈൻ പോളിസി. ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് എന്താണ്,
ഓക്കെ, ഇത് പറയുന്ന ഒന്നുമില്ല. നമ്മൾ ഈ പോളിസി ഒബ്ജക്ട് ഇത് നമ്മൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തല്ലോ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും ഇത് എവിടേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അപ്പം നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് അവിടെയൊക്കെ അപ്ലൈ ആവുമെന്ന് ഒരു ഫെയർ മെസ്സേജ് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് ഇനി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഷോ മെസ്സേജ് അഗെയിൻ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇനി ആ മെസ്സേജ് വരില്ല. ഇതിൽ ഡൊമൈൻ കൺട്രോളർ പോളിസി നമുക്ക് ഡൊമൈൻ കൺട്രോളേഴ്സിന്റെ താഴെ അറ്റാച്ച് ഡേറ്റ് കാണാം. ഡൊമൈൻ പോളിസി നമുക്ക് ആ ഡൊമൈനിന് നേരിട്ട് താഴെയായിട്ട് തന്നെ ഡയറക്റ്റ്ലി അറ്റാച്ച് ഡേറ്റ് കാണാം. അപ്പം ഡൊമൈനിന്റെ താഴെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ പോളിസി ഈ എൻറ്റയർ ഡൊമൈൻ ഇതിന് താഴെ വരുന്ന എല്ലാവർക്കും അത് അഫക്റ്റഡ് ആയിരിക്കും. ഡൊമൈൻ കൺട്രോളർ പോളിസി ഡൊമൈൻ കൺട്രോളർ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത്, ഡി സിയുടെ ഡൊമൈനിന്റെ താഴെയല്ല. സോ ഇത് ഡൊമൈൻ കൺട്രോളേഴ്സിനെ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ എന്ത് ഓക്കെ, അത് പെർമിഷൻ ലെവൽ ഒരു മെസ്സേജ് വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഓക്കെ കൊടുത്ത് വിടാം. ജസ്റ്റ് വായിച്ച് നോക്കുക, അത് മനസ്സിലാക്കുക. സിങ്കിങ് നടന്നിട്ടില്ലെങ്കിൽ ഗ്രൂപ്പ് പോളിസി പ്രോപ്പറായിട്ട് അപ്ലൈ ആവില്ല എന്നുള്ള ഒരു വാർണിംഗ് ആണ്. സിസ്വോളിയം ഫോൾഡറാണ് ഈ ഗ്രൂപ്പ് പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പോളിസിയും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ അത് കൃത്യമായി സിങ്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഡൊമൈനിലും മറ്റ് ഡൊമൈൻ കൺട്രോളേഴ്സിനകത്തുനിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോളിസീസ് ഒക്കെ ഇത് എല്ലാം കൂടെ കമ്പൈൻ ആയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു വാർണിംഗ് ആണ്. ജസ്റ്റ് നമ്മൾ ഓക്കെ കൊടുത്താൽ മതി, വേറെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉള്ളതല്ല. അപ്പോൾ ഇവിടെയും അത് വരും, ജസ്റ്റ് ചുമ്മാ ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിഫാൾട്ട് ഡൊമൈൻ കൺട്രോളർ പോളിസി ഉണ്ട്, ഡിഫാൾട്ട് ഡൊമൈൻ പോളിസി ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നേരിട്ട് മാറ്റങ്ങൾ വരുത്താം. എൻ്റെ ഡൊമൈൻ എഫക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. വേറെ മറ്റ് ഡൊമൈൻ ഇപ്പം ഡൊമൈൻ കൺട്രോളറിനെ മാത്രം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. പിന്നെ നമ്മൾ പറയാണ് ഒരു സർട്ടൻ സെറ്റ് ഓഫ് യൂസേഴ്സിന് മാത്രം എഫക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് പോളിസി ഒബ്ജക്ട്സിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിളിന് വേണമെങ്കിൽ സെയിൽസ് ടീം എന്ന് പറഞ്ഞൊരു പോളിസി നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെയിൽസ് ടീമിന് വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷൻ, ഇവിടെ ഒരു പുതിയ കണ്ടെയ്നർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പുതിയൊരു ഓപ്ഷൻ, പുതിയൊരു പോളിസി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി വന്നു. ഇതിനൊരു കണ്ടെയ്നർ ആയിട്ട് വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രീ ഡിഫൈൻഡ് പോളിസീസ് മുഴുവൻ അതിനകത്ത് അപ്ലൈ ആയിട്ടുണ്ടാവും. താനെ അത് ക്രിയേറ്റ് ആയി വരും. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് ഓൾറെഡി ഉള്ള എല്ലാ പോളിസീസും ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പോളിസി ഒക്കെ കൂടെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ആണ് എന്ത്, പോളിസി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവിടെ എന്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കണ്ടെയ്നർ ആണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ആയി വരുന്നത്. മാർക്കറ്റിംഗ് ടീം എന്ന് ഞാൻ പറഞ്ഞ് പുതിയൊരു പോളിസി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റിന് നമ്മൾ GPO എന്ന് പറയും. സോ ഒരു GPO ക്രിയേറ്റ് ചെയ്തു, ദെൻ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗൈൻ ഇവിടെ കാണാം എല്ലാ ഡിഫാൾട്ട് പോളിസീസും ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡിഫാൾട്ട് പോളിസിക്കകത്ത് ചേഞ്ചസ് വരുത്തിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ചില പോളിസീസ് പ്രീ ഡിഫൈൻഡ് ആണ്, അതിൽ നമുക്ക് ഉള്ള മാറ്റങ്ങൾ മാത്രമേ വരുത്താൻ പറ്റുള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോൺഫിഗർ ചെയ്യാനും പറ്റും. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കോൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റുന്ന സെറ്റിംഗ്സും ഇതിനകത്തുണ്ട്, ലോക്ക്ഡ് ആയിട്ടുള്ള സെറ്റിംഗ്സും ഉണ്ട്. അപ്പോൾ ലോക്ക്ഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അത് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്കതിൽ പുതുതായിട്ട് ചെയ്യാനോ കൊണ്ടുവരാനോ പറ്റില്ല. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് പോളിസി ഒബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നേരത്തെ പറഞ്ഞ എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഒരു സർട്ടൻ സെറ്റ് ഓഫ് യൂസേഴ്സിനെ മാത്രം നമുക്ക് ചേഞ്ച് വരുത്തണം, അല്ലെ ഒരു പോളിസി അപ്ലൈ ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവിടെ ഞാൻ ഡൊമൈൻ പോളിസിക്കകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവരെയും എഫക്ട് ചെയ്യും. അപ്പോൾ എനിക്കൊരു ഡൊമൈൻ കൺട്രോളേഴ്സിനെ എഫക്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം എൻ്റെ ജനറൽ യൂസേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് മാത്രം വരുന്ന പോളിസീസ് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ അവരെ എങ്ങനെ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കും? എനിക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല, അതിനൊരു നിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം അവിടെ കാണാനില്ല. കാരണം ഇവിടെ എന്തോ ഉള്ളൂ, ഡൊമൈൻ പോളിസി ഒബ്ജക്റ്റ് ഉണ്ട്, ഡൊമൈൻ കൺട്രോളേഴ്സ് ഉണ്ട്, പിന്നെ ഡൊമൈൻ ആണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണെന്ത്, നമുക്ക് ആവശ്യമുള്ളവരെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ആണെന്ത്, ഓർഗനൈസേഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക, പക്ഷേ ഗ്രൂപ്പ് അല്ല, ഗ്രൂപ്പിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഗ്രൂപ്പിനകത്ത് നമുക്ക് യൂസേഴ്സിന് മാത്രമേ കൊള്ളിക്കാൻ പറ്റൂ. ഓർഗനൈസേഷനിനകത്ത് DC-ക്കകത്തുള്ള ഏത് ഒബ്ജക്റ്റിനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടേക്ക് മൂവ് ചെയ്തിടാൻ പറ്റും. ഗ്രൂപ്പ് ആവാം, യൂസർ ആവാം, സിസ്റ്റംസ് ആവാം, മറ്റു പോളിസീസ് ആവാം, എന്തും അവിടെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതൊരു കണ്ടെയ്നർ ആണ്, നമുക്ക് എല്ലാത്തിനെയും കൊണ്ട് അതിലിടാം. എന്നിട്ട് ആ കണ്ടെയ്നറിന്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് അതിനകത്തുള്ള എല്ലാവരെയും അത് എഫക്ട് ചെയ്യും. ആ രീതിയിലുള്ളൊരു കണ്ടെയ്നർ ആണ്. അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ഡൊമൈൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ന്യൂവിൽ ഓർഗനൈസേഷണൽ യൂണിറ്റ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും വരും, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. മോസ്റ്റ്ലി ഓർഗനൈസേഷണൽ യൂണിറ്റ് എൻ്റെ ഡൊമൈനകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക.
യൂസേഴ്സ് ഒക്കെ നമുക്ക് മറ്റേ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഓർഗനൈസേഷൻ യൂണിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സെയിൽസ്-ടീം, എന്നിട്ട് നമ്മൾ സെയിൽസിലുള്ള എല്ലാ യൂസേഴ്സിനെയും ഇവിടേക്ക് മൂവ് ചെയ്തിടാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഓർഗനൈസേഷൻ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ടീം. ഇവിടെ നിങ്ങളൊരു ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ കാണാം, പ്രൊട്ടക്ട് കണ്ടെയ്നർ ഫ്രം ആക്സിഡന്റൽ ഡിലീഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഈ ടിക്ക് ഞാൻ മാർക്കറ്റിംഗ് ടീമിന് എടുത്ത് കളയുകയാണ്. സെയിൽസ് ടീമിന് ഞാൻ ആ ടിക്ക് കളഞ്ഞിട്ടില്ല. അതിന്റെ വ്യത്യാസം എന്താണെന്ന് കാണിച്ചു തരാം. സെയിൽസ് ടീമിനെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവില്ല. എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കണ്ടോ, ഒരു എറർ മെസ്സേജ് ആണ്, യു ഡു നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് പ്രിവിലേജ് ടു ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എറർ മെസ്സേജ് ആണ് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് ടീമിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓപ്ഷൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. അത് ആക്സിഡന്റൽ ഡിലീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യൂവിൽ പോയിട്ട് അഡ്വാൻസ് ഫീച്ചേഴ്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ടീമിന് കൂടെ കുറേ ഓപ്ഷൻസ് അല്ലാതെയും കാണാം. അപ്പോൾ ഇതിൽ സെയിൽസ് ടീമിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോവുക, ഒബ്ജക്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം പ്രൊട്ടക്ട് ഫ്രം ആക്സിഡന്റൽ ഡിലീഷൻ എന്ന ടിക്ക് ഉണ്ട്. ഈ ടിക്ക് എടുത്ത് ഒഴിവാക്കുക, അപ്ലൈ ഓക്കെ അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് പൊക്കോളും. ആവശ്യം കഴിഞ്ഞാൽ അഡ്വാൻസ് ഓപ്ഷൻസ് ഓഫ് ചെയ്ത് വെക്കുക, കാരണം അത് എപ്പോഴും ആവശ്യമുള്ളതല്ല. സെയിൽസ് ടീം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റിനകത്ത് വന്നിട്ട് ഡൊമൈൻ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. നമുക്ക് അവിടെ സെയിൽസ് ടീം കാണാം. ഇപ്പം നമ്മൾ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ടീമിന്റെ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് ഈ ഓർഗനൈസേഷണൽ യൂണിറ്റിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഡൊമൈൻ കൺട്രോളർ പോളിസി, ഡൊമൈൻ കൺട്രോളർ എന്ന ഓർഗനൈസേഷൻ യൂണിറ്റ് ആണിത്. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഐക്കൺ കാണാം. സെയിൽസ് ടീമിന്റെ സെയിം ഐക്കൺ തന്നെയാണ് ഇവിടെ ആർക്കുള്ളത്, ഡൊമൈൻ കൺട്രോളേഴ്സിനുള്ളത്. അപ്പൊ അതൊരു ഓർഗനൈസേഷൻ യൂണിറ്റ് ആണ്. അപ്പൊ അവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോളിസി കാണാം. പക്ഷെ സെയിൽസ് ടീം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പോളിസി കാണുന്നില്ലല്ലോ. പക്ഷെ നമ്മളെ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റിനകത്ത് അങ്ങനെ ഒരു പോളിസി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾക്ക് പോളിസി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഓപ്ഷൻ വരാറുണ്ടല്ലോ, എവിടെ പോയി, ഓക്കെ സോറി, ഓർഗനൈസേഷൻ യൂണിറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ലിങ്ക് ആൻഡ് എക്സിസ്റ്റിംഗ് GPO എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എ GPO ഇൻ ദിസ് ഡൊമൈൻ ആൻഡ് ലിങ്ക് ഇറ്റ് ഹിയർ എന്നാണ് ഓപ്ഷൻ. അതായത് പുതിയൊരു ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ലിങ്ക് ഒബ്ജക്റ്റ് കൊടുക്കുക. നമ്മൾ സെയിൽസ് ടീം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക, സെയിൽസ് ടീമിനുള്ള ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് പോലൊരു ഓപ്ഷൻ വരുന്നത് കാണാം. ആക്ച്വലി ഈ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തതാണോ? അല്ല. ഉള്ള ഗ്രൂപ്പ് പോളിസി ഒബ്ജക്ട്സ് എല്ലാം ഗ്രൂപ്പ് പോളിസി ഒബ്ജക്ട്സ് എന്നുള്ള ആ കണ്ടെയ്നറിനകത്ത് തന്നെയാണ് കിടക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു ലിങ്ക് എടുത്തിട്ട് ഈ ഒരു ഓർഗനൈസേഷണൽ യൂണിറ്റിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ സെയിൽസ് ടീമിനകത്ത് നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാലും അത് ഇവിടെ അപ്ലൈ ആവും. ഇതേ സെയിൽസ് ടീം ഞാൻ ഡൊമൈൻ അണ്ടറിൽ ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലോ, അപ്പോൾ ഞാൻ സെയിൽസ് ടീമിൽ വരുത്തുന്ന എല്ലാ ചേഞ്ചസും എന്ത് ചെയ്യും, എൻ്റെ ഡൊമൈനെ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു മെസ്സേജ് കാണിച്ചത്, ഇത് ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇതിൽ വരുത്തുന്ന എല്ലാ ചേഞ്ചസും അപ്ലൈ ആവുമെന്ന് ഒരു മെസ്സേജ് കാണിക്കാൻ കാരണം. ഓൾറെഡി ഉള്ള ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, യെസ് അടിച്ചു കഴിഞ്ഞാൽ അത് കളയാനും പറ്റും ലിങ്ക്. പക്ഷേ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് പോവില്ല, അത് ലിങ്ക് മാത്രമേ നമ്മൾ അവിടെ നിന്ന് കളയുന്നുള്ളൂ. ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് തന്നെ ചെയ്യണം. ഓക്കെ. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ സെയിൽസ് ടീമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എൻഫോഴ്സ്ഡ് ആണോ, ലിങ്ക് എനേബിൾഡ് ആണോ, ഇത് എവിടെയെങ്കിലും ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്താലും കാണാം. എൻഫോഴ്സ്ഡ് ആണോ? അല്ല. എൻഫോഴ്സ്ഡ് അല്ല മീൻസ് ഈ പോളിസി അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എന്തല്ല, ഫോഴ്സ്ഫുള്ളി അവിടെ പുഷ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പോളിസി നിർബന്ധമായിട്ട് അപ്ലൈ ആവണം, വാട്ട് എവർ ദ കണ്ടീഷൻ അത് അപ്ലൈ ആവണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എൻഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗ്രൂപ്പ് GPO സ്റ്റാറ്റസിൽ എനേബിൾഡ്, യൂസർ കൺഫ്യൂഷൻ ഓൾ സെറ്റിംഗ്സ്, 1 സെക്കൻഡ്. ഓക്കെ, ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഏതൊരു നിങ്ങൾ സെയിൽസ് ടീമിനകത്ത് ഇവിടെ സെയിൽസ് ടീമിന്റെ OU അണ്ടറിലുള്ള ലിങ്കിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എൻഫോഴ്സ്ഡ് ആക്കി കൊടുക്കുക. അപ്പോൾ അത് എൻഫോഴ്സ് യെസ് ആവും, അപ്പോൾ അത് ഫോഴ്സ്ഫുള്ളി അപ്ലൈ ആവും. പിന്നെ നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി ഫിൽറ്ററിങ്. ഇപ്പൊ അഗൈൻ നിങ്ങൾക്ക് ഒരു OU-നകത്തുള്ള എല്ലാ യൂസേഴ്സിനെയും വേണ്ട, ഒരു സർട്ടൻ ഗ്രൂപ്പിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിന്നല്ല, നമ്മൾ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, സെയിൽസ് ടീമിന് അണ്ടറിലോ അല്ലെങ്കിൽ പുറത്തോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക.
ആ ഗ്രൂപ്പിനകത്ത് മറ്റേ യൂസേഴ്സിനേക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പ് ഇവിടെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു OUവിനകത്തുള്ള സേർട്ടൺ യൂസേഴ്സിന് മാത്രം അപ്ലൈ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഇതിനെ കോൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സെറ്റിംഗ്സിനകത്ത് വരിക എന്നാണ് നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്ന പോളിസീസ് ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു പോളിസിയും കോൺഫിഗർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ മെസ്സേജ് അടിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ഇനി അതിനകത്ത് എന്തൊക്കെ പോളിസീസ് ഉണ്ടെന്നുള്ള നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക. അതിന് ഏതൊക്കെ സെക്യൂരിറ്റി ലെവലിൽ ആർക്കൊക്കെ അപ്ലൈ ആവണമെന്നുള്ള സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിന് എത്ര തവണ ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ചെയ്ത് നോക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവാം, തെറ്റുകൾ വരാം, എറർ മെസ്സേജ് ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, ഗ്രൂപ്പിൽ ചോദിക്കുക. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവർക്കും അതൊരു ഇൻഫർമേഷനിലാവും. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ച് ഫാസ്റ്റ് പോകുന്നത്, നമുക്ക് 1 hourൽ ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഇരുന്ന് ചെയ്ത് കാണിച്ച് വരുമ്പോഴേക്കും 1 hour അല്ല അതിൽ കൂടുതൽ ടൈം പോകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. ജസ്റ്റ് നമുക്ക് ഏതാണോ പോളിസി എഡിറ്റ് ചെയ്യേണ്ടത്, പോളിസി ഒബ്ജക്റ്റ്, അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു വിൻഡോ വരും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന അവിടെ എന്താണ്, ഒരു gpedit.msc അടിച്ച സമയത്ത് ഇവിടെ ലോക്കൽ ഗ്രൂപ്പ് പോളിസി എന്ന് കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് പോളിസി എഡിറ്റർ, ഗ്രൂപ്പ് പോളിസി മാനേജ്മെന്റ് എഡിറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. അത് മീൻസ് അതെന്താണ്, ആ ഡൊമൈനകത്തുള്ളതാണ്. നിങ്ങൾക്ക് ആ ഡൊമൈൻ നെയിമും അതിന്റെ ഡൊമൈനിന്റെ പേരും ആ സെർവറിന്റെ പേരും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ പോളിസീസ് 2 ടൈപ്പ് ഓഫ് പോളിസീസ് ഉണ്ട്. കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻസ് ഉണ്ട്, യൂസർ കോൺഫിഗറേഷൻസ് ഉണ്ട്. ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിനെ, അതിന് താഴെയുള്ള സിസ്റ്റംസിനെ, സെർവേഴ്സിനെ, മെഷീൻസിനെ അഫക്ട് ചെയ്യുന്ന പോളിസീസ് ആണ് കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ. യൂസർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ക്ലിയർ ആയിട്ടുള്ളത് തന്നെ, യൂസേഴ്സിനെ എഫക്ട് ചെയ്യുന്ന പോളിസീസ് ആണ്. പോളിസികളും ഉണ്ട്, പ്രിഫറൻസസും ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, പോളിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ, റൂൾസ് ഒക്കെ ആയിരിക്കും എന്ത്, പോളിസീസ്. പ്രിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സ് ആണ്. നമുക്ക് സെറ്റിങ്സും ഗ്രൂപ്പ് പോളിസി വഴി പുഷ് ചെയ്ത് വിടാൻ പറ്റും. വിൻഡോസ് സെറ്റിങ്സ്, അതുപോലെ തന്നെ കൺട്രോൾ പാനൽ സെറ്റിങ്സ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പുഷ് ചെയ്ത് വിടാൻ പറ്റും. ഇപ്പം ഏതെങ്കിലും ചില സർവീസസ്, നമുക്ക് ചില സർവീസ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ബിഹേവിയർ എന്ത് ചെയ്യും, നമ്മളെ എൻ്റയർ നെറ്റ്വർക്കിനകത്ത് അത് എഫക്റ്റ് ആവും. ഫോൾഡേഴ്സ്, ചില സർട്ടൻ ഫോൾഡേഴ്സിന് നമുക്ക് പല സെറ്റിങ്സ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ അതിൻ്റെ ആക്ഷൻ എന്ത് വേണം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ പോസിബിലിറ്റീസും നമുക്കൊരു ക്ലാസ് ത്രൂ ചെയ്ത് ക്ലിയർ ചെയ്ത് തരിക എന്ന് പറയുന്നത് നമുക്ക് അത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. പല ഓപ്ഷൻസും പല സമയത്ത് നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ തപ്പിത്തെരഞ്ഞ് പിടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഓരോ സ്പെസിഫിക് പോളിസികളും ക്രിയേറ്റ് ചെയ്യുന്നതും അതെങ്ങനെ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല വീഡിയോസും യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ സമയം കിട്ടുന്ന സമയത്തനുസരിച്ച് എന്ത് ചെയ്യും, പല വീഡിയോസും ചെയ്തിടാൻ ഞാനും ശ്രമിക്കാം. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുള്ളതും നമുക്ക് റെഫർ ചെയ്ത് ചെയ്യണം, എന്നാലേ അത് എവിടെയെങ്കിലും എത്തുള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. നമുക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, കമ്പ്യൂട്ടർ കോൺഫിഗറേഷനിൽ പോളിസി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ പ്രിഫറൻസിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു, വിൻഡോസ് സെറ്റിംഗ്സ്, കൺട്രോൾ പാനൽ സെറ്റിംഗ്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്ത്, പോളിസിക്കകത്ത് സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ്, വിൻഡോസ് സെറ്റിംഗ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റ്സ്, ഇങ്ങനെ 3 സെക്ഷൻസ് കാണാം. സോഫ്റ്റ്വെയർ സെറ്റിംഗ്സിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവഴിയാണ് ചെയ്തു കൊടുക്കുക. പുതിയൊരു പാക്കേജ് ഇവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ എന്ത് ചെയ്യും, അപ്ലൈ ആവും. അതേപോലെ തന്നെ വിൻഡോസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ വിൻഡോസിന്റെ സെക്യൂരിറ്റി, അതിന്റെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് ആണ് ഇവിടെ. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂസറുമായി ബന്ധപ്പെട്ടുള്ള ലോഗിൻ, അതിന്റെ ഡെസ്ക്ടോപ്പ്, കൺട്രോൾ പാനൽ, അങ്ങനത്തെ നെറ്റ്വർക്ക്, അതുമായി യൂസറുമായി ഡയറക്റ്റ്ലി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റിംഗ്സ് ആണ് മോസ്റ്റ്ലി ഇവിടെ കാണാറ്. ഓക്കെ, ഇതേപോലെ യൂസർ സെറ്റിംഗ്സിനകത്തും സെയിം ഫീൽഡ് നിങ്ങൾക്ക് കാണാം. പോളിസി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ്, വിൻഡോസ് സെറ്റിംഗ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റ്സ് കാണാം. പ്രിഫറൻസിനകത്ത് പോയി കഴിഞ്ഞാൽ വിൻഡോസ് സെറ്റിംഗ്സ്, കൺട്രോൾ പാനൽ സെറ്റിംഗ്സ്, അങ്ങനെ 2 സെറ്റിംഗ്സ് ഇതിലും കാണാൻ പറ്റും. സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ യൂസർ ലെവലിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. സെറ്റിംഗ്സ് ഇവിടെയും ചെയ്യാറുണ്ട്, മെഷീൻ ലെവലൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ചെയ്യാറുണ്ട്. യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മളിതിവിടെ ചെയ്ത് കൊടുക്കണം. വിൻഡോസ് സെറ്റിംഗ്സ്, അതുപോലെ തന്നെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റ് സെയിം ആസ് മുകളിലുള്ളത്, പക്ഷെ പോളിസീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പാസ്വേഡ് പോളിസി എൻഫോഴ്സ് ചെയ്ത് നോക്കാം. വളരെ സിംപ്ലസ്റ്റ് കോൺഫിഗറേഷൻ ആണ്. പിന്നെ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്യൂരിറ്റി, ഇപ്പം പാസ്വേഡ് പോളിസി കിടക്കുന്നത് വിൻഡോസ് സെറ്റിംഗ്സിനകത്ത്, സെക്യൂരിറ്റി സെറ്റിംഗ്സിനകത്ത്, അക്കൗണ്ട് പോളിസിക്കകത്ത് പാസ്വേഡ് പോളിസി ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ലൊക്കേഷനൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കണം. ഒരുപാട് തവണ നമ്മൾ ചെയ്യുമ്പോൾ താനേ അത് മനസ്സിലേക്ക് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ള സമയത്ത് ഓടി വരും. ലോക്കൽ പോളിസി എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേ പോളിസീസ് ഉണ്ട്. ഓഡിറ്റ് പോളിസി, യൂസർ റൈറ്റ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി ഓപ്ഷൻസ്, ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ഒരു സെർവർ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ സെർവറിങ്ങിന് ഹാർഡനിങ് ഒക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഹാർഡനിങ്ങിനും കാര്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോളിസീസ് ഇവിടെ ഫുൾ ഡിഫൈൻഡ് ആണ്. സിസ്റ്റം സർവീസസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ലെവൽ ഓഫ് സെറ്റിംഗ്സ് ഇതിനകത്ത്, സെറ്റിംഗ്സും പോളിസീസും പ്രീ ഡിഫൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലത് പ്രീ ഡിഫൈൻഡ് ആണ്, ചിലത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ പാസ്വേഡ് പോളിസിക്കകത്താണുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണെന്ത്, എൻഫോഴ്സ് പാസ്വേഡ് ഹിസ്റ്ററി. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഈ പോളിസി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ള ടാബ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റും. ഇവിടെ എന്ത് വാല്യൂ പറ്റും, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാം. ഇതിന്റെ പുറമെ നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന ഒരു സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയി വരും. അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെപ്പറ്റി കൂടുതൽ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ വരുന്നത് എന്താ പറയാ, ഇത് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ. സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ സെറ്റിംഗ്സ് കൂടെ എനേബിൾഡ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് സെർവർ മാനേജർ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ലോക്കൽ സെർവറിനകത്ത് വന്നു കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞത് ഓണായി കിടക്കുന്നത് കാണാം. ആ ഓണിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, അത് ഓഫ് ചെയ്ത് കൊടുക്കുക. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് മാത്രം അത് ഓഫ് ആയാൽ മതിയെങ്കിൽ അവർക്ക് മാത്രം ഓഫ് ചെയ്യുക, യൂസേഴ്സിന് ഓഫ് ചെയ്യണമെങ്കിൽ യൂസേഴ്സിനും ഓഫ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റേഴ്സെ യൂഷ്വലി DC-ക്കകത്ത് കയറും. അപ്പോൾ ആ സെറ്റിങ്സ് ഒരു ജനറലൈസ്ഡ് സെറ്റിങ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ രണ്ടും ഓഫ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യാം, ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി സൈറ്റ്, എവറി ലിങ്ക് നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം അത് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് അത് തൽക്കാലം നമുക്ക് അവിടെ അങ്ങ് ഓഫ് ചെയ്ത് വിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഇതിൽ ഗ്രൂപ്പ് പോളിസി സെറ്റിംഗ്സ് റെഫറൻസ് ആൻഡ് വിൻഡോസ് സെർവർ, ഇതൊരു ഡോക്യുമെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഡൗൺലോഡ് കൊടുത്തു നോക്കാം. ഓക്കെ, യെസ്, ഇതൊരു XLS ഫയലാണ്. അപ്പോൾ അതുമായി ഇപ്പോൾ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ പാസ്വേഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ പാസ്വേഡ് എത്ര നമ്പർ കഴിഞ്ഞിട്ട് അലോ ചെയ്യണം. ഞാൻ ഡിഫൈൻ പോളിസി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, 5 സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ABC123 ആണ് എൻ്റെ പാസ്വേഡ് എന്ന് വിചാരിക്കുക, ഇപ്പോഴത്തെ പാസ്വേഡ്. അത് എവറി 30 days ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇനി എനിക്ക് ഇപ്പം ഞാൻ ഇന്ന് ABC123 സെറ്റ് ചെയ്തു, 30 ദിവസം കഴിഞ്ഞപ്പോൾ അത് എക്സ്പയർ ആയി. എൻ്റെ പോളിസി പ്രകാരം 30 ദിവസം കഴിഞ്ഞപ്പോൾ അത് എക്സ്പയർ ആയി. ഇനി എനിക്ക് ABC123 എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ABC123 എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ അടുത്ത ഒരു 5 തവണ ഞാൻ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. എൻ്റെ സെറ്റിങ്സ് പ്രകാരം അടുത്ത 5 തവണ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് 6ാമത് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ABC123 വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. മോസ്റ്റ്ലി 5 ഒന്നും ആരും വെക്കാറില്ല. വലിയ കമ്പനീസ് ആണെങ്കിൽ മിനിമം 24 അല്ലെങ്കിൽ 50, 40 ഒക്കെയാണ് ഇവിടെ യൂഷ്വലി സെറ്റിങ്സ് ഉണ്ടാവുക. അതായത് നമ്മൾ ഒരു തരത്തിലും പഴയ പാസ്വേഡ് നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ള കണ്ടീഷനിലാണ് എന്ത് ചെയ്യുക, പാസ്വേഡ് പോളിസീസ് മിക്കവാറും ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 24 പാസ്വേഡ്സ് റിമെമ്പേർഡ്, 24 പാസ്വേഡ് കഴിഞ്ഞ് 25ാമത്തെ പാസ്വേഡായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ആദ്യം ഉപയോഗിച്ച പാസ്വേഡ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ മിനിമം പാസ്വേഡ് ഏജ് എന്ന് പറഞ്ഞാൽ അതും എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. മിനിമം പാസ്വേഡ് ഏജ് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസമെങ്കിലും കഴിഞ്ഞാലേ നിങ്ങൾ ഒരു തവണ പാസ്വേഡ് സെറ്റ് ചെയ്തത് മാറ്റാൻ പറ്റൂ. അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിഫൈൻ പോളിസി പറയാൻ അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 2 കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് മിനിമം 2 ദിവസം കഴിഞ്ഞാലേ എനിക്ക് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും.
ഒരു അഡ്മിനിസ്ട്രേറ്റർ ലെവലിലല്ല ഞാൻ പറയുന്നത്, ഒരു നോർമൽ യൂസർ ലെവലിലാണ് പറയുന്നത്. നോർമൽ യൂസേഴ്സിന് മിനിമം 2 ദിവസമെങ്കിലും കഴിഞ്ഞാലേ പോളിസി നിങ്ങളെ പാസ്വേഡ് മാറ്റാൻ സമ്മതിക്കുകയുള്ളൂ. ഓക്കെ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ മാക്സിമം പാസ്വേഡ് ഏജ് സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ എറർ മെസ്സേജ് വരുന്നത്. അപ്പോൾ മിനിമത്തിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം പാസ്വേഡ് ഏജ് ആണ് ഇപ്പൊ സെറ്റ് ചെയ്തത്. ഓക്കെ, മിനിമം പാസ്വേഡ് ഏജ് നമ്മൾ പറഞ്ഞു, ഇത്ര ദിവസമെങ്കിലും കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം പാസ്വേഡ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം പാസ്വേഡ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഞാൻ 2 സെറ്റ് ചെയ്യാണ്, നേരത്തെ പറഞ്ഞ പോലെ മിനിമം പാസ്വേഡ് ഏജ് 2 സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം പാസ്വേഡ് ഏജ് 30 വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെക്കമെൻഡഡ് കാര്യമാണ്. അപ്പോൾ മാക്സിമം പാസ്വേഡ് ഏജ് എന്താണ്? ഇത്ര ദിവസം കഴിഞ്ഞാൽ ആ പാസ്വേഡ് എക്സ്പയർ ആയി പോകും. പിന്നെ നിങ്ങൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല, പാസ്വേഡ് അവിടെ നിൽക്കില്ല. ആ സെറ്റിങ്സ് ആണ് എന്ത്? മാക്സിമം പാസ്വേഡ് ഏജ്. നിങ്ങളെ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്ത സമയം മുതൽ 30 ഡേയ്സ് കഴിഞ്ഞാൽ ആ പാസ്വേഡ് എക്സ്പയർ ആയി പോകും. ഇത് 30, 90 കൊടുക്കാം, 60 കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 20 കൊടുക്കാം, നോ പ്രോബ്ലം. റെക്കമെൻഡഡ് 30 ആണെന്ന് മാത്രമേ ഉള്ളൂ. 30 മിനിമം വാല്യൂ ഒന്നുമില്ല. 20 ദിവസം കഴിഞ്ഞാൽ പാസ്വേഡ് എക്സ്പയർ ആവണമെന്ന് പറഞ്ഞാൽ 2 ദിവസം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് മിനിമം 2 ദിവസം കഴിഞ്ഞാലേ പാസ്വേഡ് മാറ്റാൻ പറ്റൂ. പക്ഷേ 20 ദിവസം കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാറ്റണം. നിങ്ങൾ ഉപയോഗിച്ച 24 പാസ്വേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി വീണ്ടും ഉപയോഗിക്കാനും പറ്റില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചത്. പിന്നെ പാസ്വേഡ് ലെങ്ത്, നിങ്ങളുടെ പാസ്വേഡിന് എത്ര ലെങ്ത് കൊടുക്കണം ഞാൻ പറയാണ്. 12 ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11 ക്യാരക്ടറുള്ള ഒരു പാസ്വേഡ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യാരക്ടർ എന്ന് പറയുന്നതിന് ഞാൻ ക്യാരക്ടർ എന്ന് എടുത്ത് പറഞ്ഞു തന്നെയാണ്. ക്യാരക്ടർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളൊരു സ്പേസ്, പാസ്വേഡിനകത്ത് ഒരു സ്പേസ് കുടുങ്ങിയാൽ അത് ഒരു ക്യാരക്ടറാണ്. പാസ്വേഡ് ഇപ്പോൾ ഞാൻ ABC സ്പേസ് 1 2 3, ഇതിന് എത്ര ക്യാരക്ടർ ഉണ്ട്? ABC 3 എണ്ണം, 1 2 3 3 എണ്ണം, 6 ക്യാരക്ടർ അല്ല, ഒരു സ്പേസ് ഉണ്ട്. സോ 7 ക്യാരക്ടർ. അപ്പോൾ പാസ്വേഡിനകത്ത് സ്പേസും ഒരു ക്യാരക്ടറായിട്ട് കൂട്ടും. ഇങ്ങനെ എത്ര ക്യാരക്ടർ മിനിമം വേണം എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്തത്. 12 ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പാസ്വേഡ് ആയിട്ട് എടുക്കില്ല. അപ്പോൾ 9 10 11 ഓക്കെ 12 ഇതൊരു പാസ്വേഡ് ആയിട്ട് എടുക്കും, കാരണം ഇവിടെ 12 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര മിനിമം നമ്പർ പാസ്വേഡിന് വേണം എന്നുള്ളതാണ് എന്ത്, പാസ്വേഡ് ലെങ്ത് എന്ന് പറയുന്നത്. മിനിമം പാസ്വേഡ് ലെങ്ത് ഓഡിറ്റ് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് അല്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കുക അതിൻ്റെ സെറ്റിംഗ്സ്. പാസ്വേഡ് മസ്റ്റ് മീറ്റ് കോംപ്ലക്സിറ്റി റിക്വയർമെന്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്വേഡ് എന്താ, ABC 1 2 3 സ്പേസ് ഒക്കെ വന്നില്ലേ, അത് ആക്ച്വലി ഒരു പാസ്വേഡ് ആയിട്ട് എടുക്കും. എപ്പോ ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം. ഈ പോളിസി നമ്മൾ എനേബിൾ ചെയ്ത സ്ഥിതിക്ക് ഇനി പാസ്വേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, മിനിമം ഒരു സ്മോൾ ലെറ്റർ വേണം, മിനിമം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, മിനിമം ഒരു നമ്പർ വേണം. പിന്നെ നിങ്ങളുടെ യൂസർ നെയിം എന്താണോ, അപ്പൊ എൻ്റെ എക്സാമ്പിൾ എൻ്റെ യൂസർ നെയിം മനോജ് ആണ്, അപ്പൊ എൻ്റെ പാസ്വേഡിൽ എന്ത് വരാൻ പാടില്ല, മനോജ് എന്ന് വരാൻ പാടില്ല. ഇത് വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് എടുക്കില്ല. പിന്നെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ABC 1 2 3 ABC, അതുപോലെ തന്നെ QWERTY എന്നുള്ള നമ്മളെ കീബോർഡിനകത്തുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. അതൊന്നും പാസ്വേഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇതാണ് പാസ്വേഡ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് വലയ്ക്കും സിസ്റ്റം. അത് ഇങ്ങനത്തെ സെറ്റിങ്സ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, വായിച്ചു നോക്കാം. വിൻഡോസിന്റെ കാര്യത്തിൽ ക്യാപിറ്റൽ ഏതെങ്കിലും കോംപ്ലക്സിറ്റി മീറ്റ് ചെയ്യാൻ 2 എണ്ണം മതി. അതായത് ഒരു ക്യാപിറ്റലും ഒരു സ്മോളും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ നിർബന്ധമില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ചില എക്സെപ്ഷൻസ് ഒക്കെ വിൻഡോസിനകത്ത് അലൗഡ് ആണ്. അപ്പം അത് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ പാസ്വേഡ് സ്റ്റോറിങ് യൂസിങ് റിവേഴ്സിബിൾ എൻക്രിപ്ഷൻ, അത് തൽക്കാലം നമ്മൾ എനേബിൾ ചെയ്ത് വെക്കാറില്ല, ഡിസേബിൾ ചെയ്ത് വെക്കാറാണ്. ഇവിടെ സെക്യൂർ പോളിസി എനേബിൾ ചെയ്യുക, എന്നിട്ട് ഡിസേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കി കാണാം. അത് സേവ് ചെയ്യുന്ന ഓപ്ഷനാണ്. ബൈ ഡിഫാൾട്ട് ഡിസേബിൾഡ് ആയിരിക്കും. നിങ്ങൾ എനേബിൾ ചെയ്ത് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ അത് ലെവലിൽ കീപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്ന ഒരു പാസ്വേഡ് ലെവൽ ഓപ്ഷൻ ആണെന്ത്, അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി. നിങ്ങൾ പാസ്വേഡ് എത്ര തവണ തെറ്റിച്ചടിച്ചാൽ നിങ്ങളെ അക്കൗണ്ട് ലോക്കൗട്ട് ആയി പോകണം എന്ന സെറ്റിങ്സ് ആണ് ഇവിടെ. അത് നമ്മൾ എന്ത് ചെയ്യാം, അക്കൗണ്ട് ലോക്കൗട്ട് ത്രഷോൾഡ് എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുക്കുക, എന്നിട്ട് ഡിഫൈൻ പോളിസി കൊടുക്കുക. യൂഷ്വലി ഇത് 10 എണ്ണൊക്കെ ആയിരിക്കും. 10 എണ്ണൊക്കെ കൊടുത്താൽ പിന്നെ നമ്മളെ അക്കൗണ്ട് കോംപ്രമൈസ് ആയി പോകാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 3 ആണ്. 3 തവണ തെറ്റിച്ചടിച്ചാൽ പാസ്വേഡ് അക്കൗണ്ട് ലോക്കൗട്ട് ആവണം. സെക്യൂരിറ്റി ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ 3 ത്രഷോൾഡ് സെറ്റ് ചെയ്താൽ തന്നെ ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കമെൻഡഡ് വാല്യൂ ആയിട്ട് ആഡ് ആയി വരും. ബാക്കി 3 സെറ്റിങ്സും നമ്മൾ ആ ത്രഷോൾഡ് മാത്രം സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അക്കൗണ്ട് ലോക്കൗട്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 10 മിനിറ്റ് അക്കൗണ്ട് ലോക്കൗട്ട് ആയി കിടക്കും. അക്കൗണ്ട് ലോക്കൗട്ട് കൗണ്ടർ ആഫ്റ്റർ എന്ന് പറയുന്നത് എത്ര സമയം ലോക്കായി കിടക്കണം എന്നുള്ളതാണ്. 10 മിനിറ്റ് ബൈ ഡിഫാൾട്ട് സെറ്റിംഗ്സ് എടുക്കുന്നുണ്ട്. അലോ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ലോക്കൗട്ട്. യെസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അക്കൗണ്ടും ലോക്കൗട്ട് ആവാൻ അലോ ചെയ്യണം. അതും എനേബിൾഡ് ആയിട്ട് കൊടുക്കുന്നതിനാണ് നല്ലത്. ആര് തെറ്റിച്ചടിച്ചാലും ലോക്കൗട്ട് ആവണം. ലോക്കൗട്ട് ആയാലും 10 മിനിറ്റ് കഴിഞ്ഞാൽ അൺലോക്ക് ആവുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ കർബ്രോസ് പോളിസീസ് ഒക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആ കർബ്രോസ് സെറ്റിംഗ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡിഫൈൻ ചെയ്താൽ മതി. പിന്നെ ഓഡിറ്റ് പോളിസി ഉണ്ട്, യൂസർ റൈറ്റ് മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കണ്ടീഷൻസും കൊടുക്കാൻ പറ്റും. അപ്പം അതൊക്കെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഡൊമൈനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്വേഡ് പോളിസി എൻഫോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്വേഡ് പോളിസീസ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സെറ്റ് ചെയ്തു. ഇനി ഇത് എപ്പോൾ എഫക്റ്റ് ആവും? ഗ്രൂപ്പ് പോളിസി ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തു, ഒതന്റിക്കേറ്റഡ് യൂസേഴ്സിന് മുഴുവൻ അത് എഫക്റ്റ് ആവണമെന്ന് പറഞ്ഞു. സെയിൽസ് ടീമിൻ്റെ അണ്ടറിൽ നമ്മളത് കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് പോളിസി. അപ്പം എല്ലാ മെഷീനും ഇത് എഫക്റ്റ് ആവും. എപ്പോഴാണ് എഫക്റ്റ് ആവുക? അടുത്ത സിങ്ക് നടക്കുമ്പോൾ, അടുത്ത പോളിസി പുഷിങ് നടക്കുമ്പോൾ ഒരു കൃത്യമായ ഇൻ്റർവെല്ലിൽ AD എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഡൊമൈനകത്ത് അതിൻ്റെ പോളിസി സെറ്റിങ്സും ഒക്കെ സിങ്ക് ചെയ്ത് വെക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ്, സെറ്റിങ്സ് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ പോളിസി അപ്ലൈ ആവും. ഗ്രൂപ്പ് പോളിസിക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഗ്രൂപ്പ് പോളിസി ലോഗിൻ ആയി നിൽക്കുന്ന യൂസേഴ്സിൽ അപ്ലൈ ആവില്ല. ആ യൂസർ നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോഴാണ് ഈ പോളിസി അപ്ലൈ ആവുക. അപ്പോൾ നമുക്ക് ഈ ഒരു പോളിസി അപ്ലൈ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ലോക്കൽ പോളിസി കാണിച്ചു തരാം. ഡയറക്റ്റ്ലി ഇപ്പം തന്നെ കയറി പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. കാരണം ഒന്നാമത് നമ്മൾ നിൽക്കുന്ന ഡൊമൈൻ കൺട്രോളറാണ്. രണ്ടാമത്തെ കേസ് പോളിസി ഇപ്പോൾ അപ്ലൈ ആയിട്ടുള്ളൂ. ഈവൻ നമ്മൾ എത്ര പുഷ് ചെയ്ത് വിട്ടാലും ചില സമയങ്ങൾ അത് പിടിക്കാറില്ല. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എനേബിൾ ആയി പോയിട്ടുണ്ട്. അത് DC ആയതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത സെറ്റിങ്സ്. ലോക്കൽ ഗ്രൂപ്പ് പോളിസിക്കകത്ത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷനും കൂടെ കണ്ടാവും. ഒരു സൈഡിൽ ഒരു ചെറിയ നമ്മളെ GPOന്റെ ആ ഒരു ഐക്കൺ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടോ? ബാക്കി ഏതൊക്കെ സെറ്റിങ്സിനകത്ത് ഉണ്ട് നോക്കിയേ, കണ്ടോ? അക്കൗണ്ട് ഓഡിറ്റ് പോളിസി, യൂസർ റൈറ്റ് മാനേജ്മെന്റിനും ഒക്കത്തിനൊന്നും ആ സെറ്റിങ്സ് ഇല്ല. ചിലതിനൊക്കെ ആ സെറ്റിങ്സ് ഇല്ലാതെ വേറൊരു ഐക്കണാണ് കിടക്കുന്നത്. ചിലതിന് ആ ഒരു ഉള്ള ഐക്കണാണ് കിടക്കുന്നത്. അതിനർത്ഥം ഈ സെറ്റിങ്സ് ഒക്കെ എവിടുന്ന് പുഷ് ചെയ്തതാണ്, സെർവറിനകത്ത് നിന്ന് പുഷ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളെ അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി ഇവിടെ അപ്ലൈ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പുഷ് ചെയ്ത് നോക്കാം അതവിടെ അപ്ലൈ ആവുന്നുണ്ടോ എന്ന്. പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണിനകത്ത് അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം GP അപ്ഡേറ്റ് സ്പേസ് ഫോഴ്സ്. നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യുന്നതാണ്, GP അപ്ഡേറ്റ് മാത്രം കൊടുത്താൽ മതി, അത് അപ്ലൈ ആവും. ഫോഴ്സ് ചെയ്യുന്നത് അത് നിർബന്ധമായിട്ടും വാട്ടെവർ ദ കണ്ടീഷൻ, അതിന് എന്തൊക്കെ സെറ്റിങ്സ് അവിടെ ഉണ്ടെങ്കിലും അതിനെ ഓവർ റൈറ്റ് ചെയ്തിട്ട് അത് പുഷ് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതേ നമ്മളെ യൂസർ ലോഗിൻ ആണ്. സോ നമ്മൾ ഫോഴ്സ് ചെയ്തു. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഗ്രൂപ്പ് പോളിസി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ GPO ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അവിടെ കാണാൻ പറ്റും. റീഫ്രഷ് ചെയ്താൽ അപ്ലൈ ആവുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കില്ല. റീഫ്രഷ് ഇല്ല. സോ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അഗെയിൻ എന്ത് ചെയ്യാം, GP edit.msc ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സ്പാൻഡ്, വിൻഡോസ് സെറ്റിംഗ്സ്, സെക്യൂരിറ്റി സെറ്റിംഗ്സ്, അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി. സോറി, അത് വന്നിട്ടില്ല. കുറഞ്ഞ സമയം എടുക്കും. ഒന്നാമത് ഞാൻ എൻ്റെ യൂസർ ഇവിടെ ലോഗിൻ ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞത് ഡൊമൈൻ കൺട്രോളറാണ്. അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവും. MSCST ഇതാണെന്ന് തോന്നുന്നു സെർവറിൻ്റെ. ഓക്കെ, യെസ്.
ഓക്കെ, ഡൊമൈൻ നെയിം ഇവിടെ നിങ്ങൾക്ക് കാണാം. എപ്പോഴും നിങ്ങൾ ഡൊമൈൻ നെയിം കൊടുക്കണം എന്നില്ല. ഇവിടെ താഴെ നോക്കുക, യൂസർ നെയിം വന്ന് പാസ്വേഡ് വന്ന് താഴെ ഡൊമൈൻ നെയിം / നിങ്ങളെ യൂസർ നെയിം ആണ് ഓൾറെഡി കിടക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ പോയി അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ചുമ്മാ പാസ്വേഡ് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കണം. യെസ്. അപ്പോൾ യൂസറിൽ ഔട്ട് ചെയ്തു, നമ്മൾ യൂസർ ക്ലോസ് ചെയ്തല്ലോ. ഓക്കെ, ഔട്ട് ചെയ്തതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ലോഗൗട്ട് ആവില്ല, ജസ്റ്റ് ഡിസ്കണക്ട് ആവുള്ളൂ. ഇവിടെ യൂസർ സെഷനിലെ ഇവിടെ നിങ്ങൾക്ക് ഡിസ്കണക്റ്റഡ് എന്ന് വരുള്ളൂ. അതിനർത്ഥം ലോഗൗട്ട് അല്ല. ലോഗൗട്ട് ചെയ്യാൻ സ്റ്റാർട്ടിൽ പോയി യൂസറിന്റെ മേൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഔട്ട് തന്നെ കൊടുക്കണം, എന്നാലേ ഈ പോളിസി അപ്ലൈ ആവൂ. ഓക്കെ, എന്നിട്ട് അപ്ലൈ ആയിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ അപ്ലൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലയൻറ്റ് മെഷീൻ ഇതിൻ്റെ അണ്ടറിൽ ജോയിൻ ചെയ്യിപ്പിച്ച് നോക്കാം. വിൻഡോസ് 10 മെഷീൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല, ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ക്ലാസ്സിൻ്റെ കുറച്ച് മുന്നേ ചെക്ക് ചെയ്തപ്പോഴാണ് DC തന്നെ മിസ്സായ കാര്യം കണ്ടത്. എന്തോ ഡിലീറ്റ് ചെയ്ത് കൊടുത്ത് പെട്ടുപോയതാണ്. ഓക്കെ, 42 days 1 days 7 ക്യാരക്ടർ നമ്മളെ പോളിസി തന്നെ ഇവിടെ അപ്ലൈ ആയിട്ടില്ല. കാരണം ഇത് ഡൊമൈൻ കൺട്രോളർ പോളിസിയാണ് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സമയം വെറുതെ കളയണ്ട. നമുക്ക് ഡൊമൈൻ കൺട്രോൾ പോളിസിനെ എഡിറ്റ് ചെയ്ത് സമയം പോക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിൻഡോസ് 10 ഇതിൻ്റെ താഴെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഡെഫിനറ്റ്ലി അപ്ലൈ ആവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പാസ്വേഡ് സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ വിൻഡോസ് 10 ഒരു സിംഗിൾ PC ആണ്. വേറെ ആരുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല, DC ആയിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഐസൊലേറ്റഡ് മെഷീനാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഐസൊലേറ്റഡ് മെഷീനെ പിടിച്ചിട്ട് DC അണ്ടറിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന് നമുക്ക് ആ കണ്ടീഷനൊക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ. ഞാൻ എന്ത് ചെയ്യാണ്, ചുമ്മാ NS ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, എൻ്റെ DCയുടെ പേര് ഇവിടെ റിസോൾവ് ആയി വന്നു. കാരണം എന്താണ്, ഞാനിവിടെ NS ലൊക്കെ പഠിക്കുന്നതിന് മുന്നേ ഈ മെഷീൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, IP config space all ഇതിൻ്റെ ഒരു കോം അഡീഷണൽ കൂടി ചെയ്താൽ. ഓക്കെ, ഇതിൻ്റെ DNS ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, DCയുടെ IP ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. DCയുടെ പ്രൈവറ്റ് IP ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇവർ തമ്മിൽ പ്രൈവറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അത് ഓൾറെഡി ഇതിൻ്റെ കണ്ടീഷനിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു, അഡ്വാൻസ് സെറ്റിങ്സ് എടുത്തു, കമ്പ്യൂട്ടർ നെയിം എടുത്തു, ചേഞ്ച് കൊടുത്തു, എൻ്റെ ഡൊമൈൻ നെയിം FT domain.local കൊടുത്തു. അപ്പോൾ എൻ്റെ ക്രെഡൻഷ്യൽ ചോദിച്ചു, സോ FT admin. ഇവിടെ ഞാൻ ഡൊമൈൻ നെയിം ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഞാനവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൊമൈൻ നെയിം സ്പെസിഫൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണ്ട, എപ്പോഴും ഡൊമൈൻ നെയിം കൊടുക്കേണ്ട, അത് ആവശ്യമുള്ള സ്ഥലത്ത് കൊടുത്താൽ മതി, ഇല്ലാത്തത് ഇല്ലെങ്കിലും വർക്ക് ചെയ്തോളൂ. നോക്കാം. യെസ്, വെൽക്കം ടു FT ഡൊമൈൻ വന്നു. അതായത് നമ്മൾ സിസ്റ്റം ഡൊമൈൻ അണ്ടറിൽ ജോയിൻ ആയി. ഓക്കെ, ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. gp.edit.msc നേരത്തെ കുറേ പോളിസി നമ്മൾ ഓൾറെഡി അവിടെ സെറ്റിംഗ്സ് ആയിട്ട് കണ്ടിരുന്നല്ലോ. ആ കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ നോക്കാം. നേരത്തെ നമ്മൾ ഡൊമൈൻ കൺട്രോളറാണ് ലോഗിൻ ചെയ്തത്, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമുക്ക് അതേ പോളിസികൾ കിടപ്പുണ്ടോ നോക്കാം. അക്കൗണ്ട് പോളിസി, പാസ്വേഡ് പോളിസി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രത്യേകിച്ച് പോളിസികളൊന്നുമില്ല. 042 എന്നൊക്കെ പറഞ്ഞത് ഐക്കൺ തന്നെ ഡിഫറെൻ്റ് ആണ്. ചിലതിന് മാത്രമേ മറ്റേ ഐക്കൺ ഉള്ളൂ. അത് കാര്യമാക്കണ്ട, അതൊന്നും എൻഫോഴ്സ്ഡ് അല്ല. ഓക്കെ, അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി ഒന്നും ഇവിടെ എൻഫോഴ്സ്ഡ് അല്ല. ഇത് എൻഫോഴ്സ്ഡ് ആണ്. പക്ഷേ റീസെറ്റ് ത്രഷോൾഡ് എന്താണ്, 10 times ആണ്. 10 തവണ നമ്മൾ തെറ്റിച്ചടിച്ചാലേ അത് ലോക്കൗട്ട് ആവുന്നുള്ളതാണ് സെറ്റിങ്സ്. സോ നമ്മൾ റീസ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ട സെറ്റിങ്സ് എന്താണ്, വിൻഡോസ് 10 ലോക്കൽ സെറ്റിങ്സ് ആണ്, ലോക്കൽ ഗ്രൂപ്പ് പോളിസി സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ DC-ക്ക് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോളിസി അവിടെ അപ്ലൈ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ഒക്കെ ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും പുഷ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം പുതിയ മെഷീനകത്തേക്ക് അതൊക്കെ കയറിപ്പോവും. ഓക്കെ, ഇത് ലോക്കൽ പോളിസി എഡിറ്റർ ആണ്. നമുക്ക് വേണ്ടത് ഗ്രൂപ്പ് പോളിസി എഡിറ്റർ ആണ് അല്ലേ.
അതിൽ വേറൊരു കുഴപ്പമുണ്ട്. നമ്മൾ സെയിൽസ് ടീമിന് അണ്ടറിലല്ലേ ഇതിനിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെ മിഷനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? സെയിൽസ് ടീമിൻ്റെ ഓർഗനൈസേഷണൽ യൂണിറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. എന്നാലേ ആ പോളിസി ആ മിഷൻ അപ്ലൈ ആവും. മെഷീൻസ് ബൈ ഡിഫാൾട്ട് സെയിൽസ് ടീമിന് അണ്ടറിലേക്കൊന്നും ഒരു OUവിൻ്റെ അണ്ടറിലേക്കും പോകില്ല. അവിടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ അണ്ടറിലാണ് വന്ന് കിടക്കുക. ഈ കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ ആ പോളിസി അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ പോളിസി വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കമ്പ്യൂട്ടറിനെ പിടിച്ചിട്ട് സെയിൽസ് ടീമിലേക്ക് മൂവ് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് കൊടുത്തിട്ട് ഏത് OU ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ടായാലും എഫക്റ്റീവ്ലി സെയിം ആണ്. ഇപ്പോൾ വിൻഡോസ് 10 ഈ OUവിൻ്റെ താഴെയാണ്. നമ്മൾ യൂസറിൽ ലോഗിൻ ചെയ്തിട്ടില്ല, പാസ്വേഡ് പോളിസി അപ്ലൈ എൻഫോഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എൻഫോഴ്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ എൻഫോഴ്സ്മെന്റ് കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇപ്പോഴല്ലേ ചേഞ്ച് ചെയ്തത്. ഇത് നിർബന്ധം ഉണ്ട് എന്നല്ല, പക്ഷെ കൊടുക്കുന്നത് ഒന്നുകൂടെ പുഷ് ചെയ്ത് വിടും. ഫെയിൽ ആവാതിരിക്കാൻ ഫെയിൽ സേഫ് മെക്കാനിസം ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ വിൻഡോസ് 10 ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കാം. സോറി, അപ്പോൾ അത് IP കോപ്പി ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇനി ലോഗിൻ ചെയ്യാൻ പോകുന്നത് FT അഡ്മിൻ ആയിട്ടല്ല, പകരം ആദ്യം FT അഡ്മിൻ ആയിട്ട് കയറേണ്ട വരും. കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് ലോഗിൻ പെർമിഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് മനോജിന് അവിടെ പെർമിഷൻ ഇട്ടതിന് ശേഷം നമുക്ക് നോർമൽ യൂസറായിട്ട് കയറാം. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഡൊമൈൻ അഡ്മിൻ യൂസർ വെച്ചിട്ടാണ് കയറുന്നത്. കയറാൻ കാരണം എന്ന് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളെ നോർമൽ യൂസേഴ്സിന് എന്തുണ്ടാവില്ല ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനോജായിട്ട് കയറുന്ന സമയത്ത് നമ്മൾ RODC ചെയ്ത സമയത്ത് ഒരു എറർ അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ക്ലാസ്സിലുള്ളവർക്ക് അത് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ എന്ത് ചെയ്യാണ്? FT domain/മനോജ്, ഇതാണ് യൂസർ നെയിം. മനോജിൻ്റെ പാസ്വേഡ് എന്തായിരുന്നു ആണെന്ന് തോന്നുന്നു, ഇനി എത്ര ഓർമ്മയുള്ളൂ. നീ പാസ്വേഡ് എടുക്കുമെന്നുള്ളത് തന്നെ കണ്ടോ. കണക്ഷൻ വാസ് ഡിനൈഡ് ബിക്കോസ് യൂസർ അക്കൗണ്ട് നോട്ട് ഓതറൈസ്ഡ് ഫോർ റിമോട്ട് ലോഗിൻ. ഈ മിഷനകത്തേക്ക് കയറാൻ മനോജ് എന്ന് പറയുന്ന നോർമൽ യൂസറിന് പെർമിഷൻ ഇല്ല. അതിനൊരു റീസൺ ഉണ്ട്, ഇത് കാണിച്ചു തരാം. പക്ഷേ എനിക്ക് FT അഡ്മിൻ ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട്. അതിനും ഒരു റീസൺ ഉണ്ട്. നമ്മളെ സ്റ്റാർട്ടിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ലോക്കൽ യൂസേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എക്സ്പാൻഡ് ചെയ്താൽ കാണാം FT അഡ്മിൻ. ഈ FT അഡ്മിൻ ഈ സിസ്റ്റത്തിന്റെ യൂസർ നെയിം ആണ്. പിന്നെ എന്തുണ്ട് ഇവിടെ? FT ഡൊമൈൻ എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ഡൊമൈൻ അഡ്മിൻസ് ബൈ ഡിഫാൾട്ട് ആയിട്ട് ഈ മിഷൻ ഡൊമൈൻ അണ്ടറിൽ ജോയിൻ ചെയ്തപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഗ്രൂപ്പിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് വന്നു. ഇങ്ങനെ കയറി വരുന്നതിന് ഡെലിഗേഷൻ എന്നാ പറയുക. ഡെലിഗേറ്റ് ചെയ്ത് കയറി വന്നു. അതുകൊണ്ടാണ് FT ഡൊമൈൻ DCക്കകത്തുള്ള FT അഡ്മിൻ ഈ ഡൊമൈൻ അഡ്മിൻസിനകത്ത് ഓൾറെഡി ഉണ്ട്. കാരണം എന്താണ്? ഈ ഡൊമൈൻ്റെ അഡ്മിനിസ്ട്രേറ്റർ യൂസർ ആണത്. ഈ നമ്മളെ ഡൊമൈൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് യൂസർ ആണെന്ത് ഇവിടെ കാണുന്ന ഇവിടെ കാണുന്ന FT അഡ്മിൻ. ഇത് ഡൊമൈൻ്റെ FT അഡ്മിൻ ആണ്. അപ്പം അത് ഓൾറെഡി ഡൊമൈൻ അഡ്മിൻസിന്റെ അണ്ടറിലാണ്. ആ ഡൊമൈൻ അഡ്മിൻസ് ആണ് എന്ത് ഡെലിഗേറ്റ് ചെയ്ത് ഇവിടെ ഈ സിസ്റ്റത്തിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഗ്രൂപ്പിൽ കയറി വന്നത്. അതുകൊണ്ട് FT അഡ്മിന് ലോഗിൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. നോർമൽ യൂസേഴ്സിന് കയറണമെങ്കിൽ എന്ത് വേണം? അവരെ റിമോട്ട് ഡെസ്ക്ടോപ്പ് യൂസേഴ്സ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മനോജിനെ എറർ അടിച്ചത്. മനോജിനെ അടിച്ച് ചെക്ക് നെയിം കൊടുത്താൽ ഇവിടെ ഡൊമൈൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കും വലിയ പിടിയില്ല. യൂഷ്വലി അത് വരേണ്ടതാണ്. എനിവേ FT അഡ്മിൻ്റെ ക്രെഡൻഷ്യൽസ് കൊടുക്കാം. കാരണം ഞാൻ FT അഡ്മിനായിട്ടാണ് കയറിയത് ഇവിടെ. എപ്പോഴും സ്റ്റിൽ ഡോണോ സാധാരണ ഇത് ചോദിക്കാറില്ല, നേരെ അങ്ങ് അവിടെ ആഡ് ആവുകയാണ് പതിവ്. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ചോദിച്ചു എനിക്കും വലിയ പിടിയില്ല. ഓക്കെ, എനിവേ മനോജ് നമ്മൾ ആഡ് ചെയ്തു. എവിടെ ആഡ് ചെയ്തു? റിമോട്ട് ഡെസ്ക്ടോപ്പ് യൂസേഴ്സിൽ ആഡ് ചെയ്തു. അപ്പം മനോജ് എന്തല്ല, അഡ്മിൻ അല്ല, പക്ഷെ എന്താവും? മനോജിന് അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഫസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഗെയിൻ ഒന്നുകൂടെ കയറി നോക്കാം. ആരായിട്ട്? മനോജായിട്ട് കയറി നോക്കാം. FT domain/മനോജ്. മനോജിൻ്റെ പാസ്വേഡ് ഓക്കെ കൊടുത്താൽ
മനോജിന് കയറാൻ പറ്റും. പക്ഷെ ഇത് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ FT admin ആയിട്ട് കയറി കിടക്കുന്നില്ലേ, അതുകൊണ്ടാണ് എറർ മെസ്സേജ് കാണിച്ചത്. ഞാൻ FT admin അങ്ങ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, യെസ് കൊടുത്താൽ FT admin റെസ്പോണ്ട് ചെയ്യുക. അവിടെ ശരിക്കും ആക്ച്വലി ഇത് ഓപ്പൺ ആയിരുന്നെങ്കിൽ വേറെ മനോജ് ലോഗിൻ ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അത് അലോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ യെസ് കൊടുത്താൽ ഇവിടെ മനോജിന് കയറാൻ പറ്റും. നമ്മൾ യെസ് കൊടുത്തില്ലെങ്കിൽ ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് താനെ അങ്ങ് കയറിപ്പോവും. അപ്പോൾ അത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോഗിൻ ആവും. എന്നിട്ട് നമുക്ക് ഈ ഗ്രൂപ്പ് പോളിസി കാണാനുള്ള പെർമിഷൻ അഡ്മിൻ അല്ലാത്തതുകൊണ്ട് ഉണ്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സ്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അഡ്മിൻ റൈറ്റ്സ് കൊടുത്തിട്ട് തന്നെ ഒന്ന് കയറി നോക്കാം. ആ മെഷീനകത്ത് മാത്രം, ഡൊമൈൻ വൈഡ് അല്ല. മനോജ് യൂസ് ചെയ്യുന്ന മെഷീനിൽ മാത്രം മനോജിന് വേണം എന്ത് ചെയ്യാം, നമുക്ക് അഡ്മിൻ ആക്കാം. അതും ജസ്റ്റ് ഈ ഒരു കാണാൻ വേണ്ടിയുള്ള ആവശ്യം. മനോജ് ഓൾറെഡി ലോഗിൻ ആവുന്നുണ്ട്. ഫസ്റ്റ് ടൈം ലോഗിൻ ആയതുകൊണ്ടുള്ള ഡിലേ ആണ്. ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് വരും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പോളിസി അവിടെ അപ്ലൈ ആയിട്ടുണ്ടോ നോക്കാം. gp-edit.msc. ഓക്കെ, സോറി, അതെന്തോ ടൈപ്പോ മിസ്റ്റേക്ക് ആണ്. GPO എന്ന് വന്നു പോയതാണ്. ഓക്കെ, യെസ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്തില്ല, മനോജിന് പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മനോജിനെ പിടിച്ച് തൽക്കാലം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ അഡ്മിൻ ഗ്രൂപ്പിലേക്ക് അങ്ങ് ഇട്ടേക്കാം. എവിടെ, ഈ മിഷനകത്ത് തന്നെ. അതിന് FT admin ആയിട്ട് കയറണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അഗെയിൻ അവിടെ പോയി, യെസ്, FT admin. ഒന്നുകിൽ നമ്മൾ ലോക്കൽ മിഷൻ്റെ FT admin ആയിട്ട് കയറണം, അല്ലെങ്കിൽ നമ്മൾ ഡൊമൈൻ്റെ FT admin ആയിട്ട് കയറണം. ഞാൻ എന്തായാലും ചുമ്മാ FT admin കൊടുക്കുന്നില്ല. ഏത് കയറിയാലും നമുക്ക് ആ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റും. അത് എവിടെ വേണേലും കയറിക്കോട്ടെ. നേരത്തെ മിക്കവാറും നമുക്ക് ആ മനോജിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ക്രെഡൻഷ്യൽ ചോദിച്ചത്, ഞാൻ ആ സമയത്ത് ലോഗിൻ ചെയ്തത് മിക്കവാറും ലോക്കൽ FT admin എന്ന് പറഞ്ഞാൽ ഈ മിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത യൂസറെ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം അവിടെ ഡൊമൈൻ്റെ ക്രെഡൻഷ്യൽ അവിടെ ചോദിച്ചത്. സാധാരണ നമ്മൾ ഡൊമൈൻ യൂസറായിട്ടാണ് കയറിയതെങ്കിൽ അവിടെ അത് ചോദിക്കാറില്ല. ഇത്തവണ നമുക്കത് വരുമെന്ന് നോക്കാം. കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് തവണയും ലോക്കൽ യൂസറായിട്ടാണോ കയറിയതെന്ന് എനിക്ക് വലിയ പിടിയില്ല. എങ്കിലും നോക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മനോജിനെ ഈ തൽക്കാലത്തേക്ക് ഈ മിഷൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെക്ക് ചെയ്യുന്നുണ്ട് മനോജ്. ഓക്കെ, മനോജ് ആഡ്. ഇപ്രാവശ്യം ക്രെഡൻഷ്യൽ ചോദിച്ചില്ല, കാരണം നമ്മൾ ഇപ്രാവശ്യം കയറിയത് ഡൊമൈൻ അഡ്മിൻ ആയിട്ട് തന്നെയാണ്. നേരത്തെ കയറിയത് ലോക്കൽ FT admin വെച്ചിട്ടായിരുന്നു. മനോജിനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ യൂസർ ആക്കി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്യാണ്. ഇല്ലെങ്കിൽ എന്ത് പ്രശ്നം പറ്റും എന്ന് പറഞ്ഞാൽ അടുത്ത തവണ നമ്മൾ കയറാൻ നോക്കും, മനോജായിട്ട് കയറുമ്പോൾ അത് അവിടെ നിന്ന് എറർ അടിക്കാൻ നിൽക്കും. ഓക്കെ, യൂസർ, അതർ യൂസർ, മോർ ചോയ്സ്, യൂസർ നെയിം മനോജ്. ഓക്കെ, എൻ്റർ, സോറി, യെസ്, മനോജായിട്ട് കയറി. നമുക്ക് ആ പോളിസി അപ്ലൈ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത്തവണ അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് കയറും. കാരണം ഓൾറെഡി ലോഗിൻ്റെ യൂസർ ആണല്ലോ. അഗെയിൻ സ്റ്റാർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ്, ലോക്കൽ യൂസേഴ്സ്, സോറി ഇതല്ലല്ലോ വേണ്ടേ, gp-edit.msc. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കാരണം നമ്മൾ ഈ ലോക്കൽ മിഷൻ്റെ അഡ്മിനിസ്ട്രേറ്റർ യൂസറാണ്. ഇപ്പോൾ വിൻഡോസ് സെറ്റിങ്സിനകത്ത്, സെക്യൂരിറ്റി സെറ്റിങ്സിനകത്ത്, അക്കൗണ്ട് പോളിസിക്കകത്ത്, പാസ്വേഡ് പോളിസി, നേരത്തെ നമ്മൾ ഐക്കൺ കണ്ട ഐക്കൺ ആണോ ഇപ്പോൾ ഇവിടെ കാണുന്നത്? ഡെഫിനറ്റ്ലി അല്ല. കംപ്ലീറ്റ് പോളിസിയും ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ലോക്കൗട്ട് ത്രഷോൾഡ് പക്ഷേ അപ്ലൈ ആയിട്ടില്ല. യൂഷ്വലി അതും വരാറുള്ളതാണ്. എന്ത് പറ്റി എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട വരും. ഓക്കെ, അതിൻ്റെ റീസൺ കാണിച്ചു തരാം. അതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നു അത് കോൺഫ്ലിക്റ്റ് വന്നതാണ്. ആരുമായിട്ട് തന്നെ ഡിഫാൾട്ട് ഡൊമൈൻ പോളിസിയായിട്ട് കോൺഫ്ലിക്റ്റ് ആയതാവാനാണ് ചാൻസ്. അതെനിക്ക് ഉറപ്പൊന്നുമില്ല, ഒരു വൈൽഡ് ഗസ്സാണ്. ഇവിടെ പാസ്വേഡ് പോളിസി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു 7 ക്യാരക്ടർ ഡൊമൈൻ വൈഡ് അപ്ലൈ വന്നിട്ടുണ്ട്. ഡൊമൈൻ പോളിസി അവിടെ ഉള്ളതുകൊണ്ട്
മിക്കവാറും നമ്മൾ കൊടുത്ത പോളിസി ആയിരിക്കില്ല ഈ ഒരു യൂസറിൻ്റെ അകത്ത് പാസ്വേഡ് പോളിസി ആയിട്ട് വന്നത്. യെസ്, 7 ക്യാരക്ടറാണ് വന്നത്. അതിന് കാരണം ഇവിടെ മുകളിൽ ആരുണ്ട്? ഓൾറെഡി ഒരു പോളിസി ഡിഫാൾട്ട് ഡൊമൈൻ പോളിസി കിടപ്പുണ്ട്. അതിന് താഴെയാണ് നമ്മൾ എന്ത് ചെയ്തത്? സെയിൽസിൻ്റെ OU ക്രിയേറ്റ് ചെയ്തതും അതിൻ്റെ പോളിസി അപ്ലൈ ചെയ്തതും. അപ്പോൾ പ്രയോറിറ്റി ആർക്ക് പോകുന്ന ടോപ്പിലുള്ള ഡൊമൈൻ പോളിസിക്ക് പോകും. അതുകൊണ്ടാണ് ഡൊമൈൻ പോളിസി ഇവിടെ എൻഫോഴ്സ്ഡ് ആയത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കുക, എക്സ്ക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ സെറ്റിങ്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ പോളിസി എൻഫോഴ്സ്മെന്റ് DC ജോയിന് ശേഷം പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ലൈവായിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഡിഫാൾട്ട് ഡൊമൈൻ പോളിസി എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യാം? ത്രഷോൾഡ്, ലോക്കൗട്ട് ത്രഷോൾഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. യൂസർ റൈറ്റ് അസൈൻമെന്റ് അല്ല, സോറി, അക്കൗണ്ട് ലോക്കൗട്ട് ത്രഷോൾഡ് 0 എന്നുള്ളതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്ലൈ 10 ഓൾറെഡി എനേബിൾഡ് വന്നു. നേരത്തെ സെയിം സെറ്റിങ്സ് തന്നെ. ഓക്കെ, ഇവിടെ വന്നല്ലോ. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പോളിസി നമ്മൾ യൂസർ ഓൾറെഡി ലോഗിൻഡ് ആണ്. അപ്പം പോളിസി നമുക്ക് ഇപ്പം തന്നെ എൻഫോഴ്സ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ എൻഫോഴ്സ്മെന്റ് കമാൻഡ് കൊടുത്തു. ഇതേ കമാൻഡ് ഇവിടെ എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അപ്പുറത്തെ മെഷീനിലും ചെയ്യണം. കാരണം അവിടെ നമ്മളെ യൂസർ ഓൾറെഡി ലോഗിൻഡ് ആണ്. പോളിസി അപ്ലൈ ആവുള്ളൂ. ബൈ ഡിഫാൾട്ട് എപ്പോഴാണ് അപ്ലൈ ആവുക എന്ന് പറഞ്ഞാൽ യൂസർ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക? പോളിസി കയറി പിടിക്കുക. അപ്പോൾ അത് നമുക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്ത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമുക്കതൊന്ന് ഫോഴ്സ്ഫുൾ അപ്ലൈ ചെയ്ത് നോക്കാം. മിക്കവാറും ഇപ്പം തന്നെ അത് അവിടെ അപ്ലൈ ആവും. ഓക്കെ, പോളിസി അപ്ലൈ ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ്മെന്റ് പരിപാടി നടക്കൂല ഇതിൽ. നമുക്ക് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, വിൻഡോസ് സെറ്റിങ്സ്, സെക്യൂരിറ്റി സെറ്റിങ്സ്, അക്കൗണ്ട് പോളിസീസ്, പാസ്വേഡ് പോളിസി. നേരത്തെ ഓക്കെ 12 ക്യാരക്ടറായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്തത് നമ്മൾ 2 പോളിസി 3 ഇൻവാലിഡ് അറ്റംപ്റ്റ് 10 മിനിറ്റ്സ് ചേഞ്ച്. സോ പോളിസി എൻഫോഴ്സ്ഡ് ആയി. നമ്മൾ കൊടുത്തിരിക്കുന്ന പോളിസി കയറി പിടിച്ചിട്ടുണ്ട്.